എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ആവശ്യപ്രകാരം കൃഷ്ണൻ്റെ തുടർച്ചയായ കഥകളിൽ നിന്നൊന്ന് വ്യതിചലിച്ച് കൃഷ്ണൻ രാജാവായതിനു ശേഷം നടക്കുന്ന ഒരു സംഭവം പ്രതിപാദിക്കാൻ പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ രാജാവാണ്. പ്രഭാതകൃത്യങ്ങളും ജപ ധ്യാനാദികളും ദാന യജ്ഞാദികളും കഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കും. അത് കഴിഞ്ഞാലുടൻ പ്രജാക്ഷേമവും ഭക്തരുടെ ക്ഷേമവുമാണ് പ്രധാനം. അതിനായി ഉദ്ധവരെയും സാത്വികിയെയും കൂടി സഭാഗൃഹത്തിലെത്തിക്കും. അപ്പോൾ ഒരു ദിവസം ചർച്ചാവേളയിൽ ജരാസന്ധന ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി. അതായത് ജരാസന്ധൻ എന്ന രാജാവ് ബന്ധനത്തിലാക്കിയിട്ടുണ്ട് ഒരുപാട് രാജാക്കന്മാർ. ആ രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി. ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. 10,000 ഗജവീരന്മാരുടെ കരുത്തുള്ളവനാണ് ജരാസന്ധൻ. 10,000 ആനയുടെ കരുത്താണെന്നാണ് പറയുക. കൂടാതെ വരബലമുണ്ട്. അപ്പോൾ വരബലത്തിൻ്റെ ഒരു ശക്തിയും കൂടെ ഉണ്ട്. എന്തായാലും ദൂതൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ ഉദ്ദേശം. ദൂതനുമായി ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് നാരദർ സഭയിലെത്തുന്നത്. നാരദർ വെറുതെ ഒരിടത്ത് വരില്ലല്ലോ. എന്തെങ്കിലും ഈശ്വരീയ കാര്യത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശനം. ഭഗവാൻ എഴുന്നേറ്റ് ചെന്ന് നാരദരെ സ്വീകരിച്ച് ആനയിച്ചു. യാത്രയുടെ ഉദ്ദേശം അന്വേഷിച്ചു. നാരദർ പറഞ്ഞു, അങ്ങേക്ക് അറിയാത്തതായി യാതൊന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല. എങ്കിലും അവിടുത്തെ മനുഷ്യനാട്യം അനുസരിച്ച് പറയാം. കുന്തിപുത്രൻ ധർമ്മപുത്രരുണ്ടല്ലോ, യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും വേണമെന്ന് പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ ദൂതൻ അറിയിച്ച കാര്യവും നാരദൻ അറിയിച്ച കാര്യവും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബന്ധുക്കൾ കൂടി മാത്രമല്ല പാണ്ഡവർ, സുഹൃത്തുക്കളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രാജസൂയ യജ്ഞം നടത്തുമ്പോൾ കൃഷ്ണൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നെങ്കിൽ കൃഷ്ണൻ തീർച്ചയായിട്ടും അവിടെ പോകണം. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൂതൻ എന്ന് അറിയിച്ചത്. എന്താണ്? ജരാസന്ധൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന രാജാക്കന്മാരുടെ മോചനം. ഏതിന് പ്രഥമ ഗണന നൽകണം എന്നറിയുന്നില്ല. ഭഗവാൻ തൻ്റെ മന്ത്രിപുങ്കവനായ ഉദ്ധവരെ വിളിച്ച് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം പോലെ രണ്ടും ഒന്നിച്ച് നിർവഹിക്കുക. ഭഗവാന് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഭിപ്രായം ചോദിക്കുന്നതെന്ന് ഉദ്ധവർക്കറിയാം. അല്ലാതെ ഭഗവാൻ അറിയാത്ത എന്ത് കാര്യമുള്ളത്? എല്ലാം മുന്നേ തീരുമാനിച്ചുറപ്പിച്ച ആളാണ് ഭഗവാൻ. പക്ഷേ അദ്ദേഹം എന്തായാലും മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാം മനുഷ്യരെ പോലെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുമല്ല, ഉദ്ധവരുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അതെ, ഉദ്ധവർ പറഞ്ഞതുപോലെ തന്നെ 2 കാര്യവും ഒന്നിച്ച് അങ്ങോട്ട് നിവർത്തിക്കാം. നാളെ തന്നെ പുറപ്പെടാം. അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ധനെ ജയിക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ രാജസൂയം നടത്തണമെങ്കിൽ എതിര് നിൽക്കുന്ന രാജാക്കന്മാരെ തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് നിശ്ചയിച്ച് ജരാസന്ധനെ ജയിക്കാൻ നിശ്ചയിച്ച് യാത്രയായി. ജരാസന്ധൻ വരബലം കൊണ്ട് വജ്രതുല്യ ശരീരബലമുള്ളവനാണ്. വജ്രം പോലെയാണ് ശരീരം ഇരിക്കുന്നത്. ഭീമസേനന് മാത്രമേ അവനെ നിഗ്രഹിക്കാനും ആവൂ. നേരിട്ട് യുദ്ധത്തിൽ ജയിക്കലും അശുഭമായിരിക്കും. കാരണം ജരാസന്ധൻ്റെ സൈന്യം എന്ന് വെച്ചാൽ അതിവിപുലാണ്, വലുതാണ്. 2 ഭാഗത്തും ചേർന്ന് 100 അക്ഷൗഹിണി പട യുദ്ധത്തിൽ നശിക്കും. അത് രാജസൂയ യാഗത്തിൻ്റെ പ്രൗഢി കുറയ്ക്കും. ഇത്രയും രക്തച്ചൊരിച്ചിലുണ്ടാവുക, ആൾക്കാരുടെ ജീവഹാനി ഉണ്ടാവുക, അതൊക്കെ രാജസൂയ യജ്ഞം പോലെയുള്ളൊരു മഹനീയ യജ്ഞത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. സൈന്യവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കി ദ്വന്ദ്വയുദ്ധമുറ തിരഞ്ഞെടുക്കാനാണ് അവർ നിശ്ചയിച്ചത്. അപ്പോൾ 2 പേരേ ഉള്ളൂ. ദ്വന്ദ്വയുദ്ധം എന്ന് വെച്ചാൽ 2 പേരേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ മൂവരും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ കണ്ടു. ആരാ ഈ മൂവരും? അർജുനനും ഭീമനും പിന്നെ ഭഗവാൻ കൃഷ്ണനും. ജരാസന്ധൻ ആചാരമര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു. അപ്പോൾ അവർ വന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്ക് തരണം. ബ്രാഹ്മണരുടെ കൈകളിൽ ഞാൺ തഴമ്പ് കണ്ടു. അതായത് ഞാൺ പിടിച്ച അമ്പും വില്ലും അതിൻ്റെ ഞാണുണ്ടല്ലോ, അത് പിടിച്ച തഴമ്പ് ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇവരുടെ കയ്യിലെ ജരാസന്ധൻ ശ്രദ്ധിച്ചു. അപ്പം തന്നെ ബുദ്ധിമാനായ ജരാസന്ധന് മനസ്സിലായി ഇവരെ പ്രച്ഛന്ന വേഷം ധരിച്ചതാണ് എന്ന്. എങ്കിലും അവരോട് പറഞ്ഞു, എൻ്റെ ശിരസ്സ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒരുക്കമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഭിക്ഷ ദ്വന്ദ്വയുദ്ധമാണ്. ജരാസന്ധൻ പറഞ്ഞു, ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ. അർജുനനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവന് ക്ഷത്രിയ ലക്ഷണം ഉണ്ട്, പക്ഷേ ഇവൻ എനിക്ക് പോന്ന ഇരയല്ല. അങ്ങനെ ഭീമനെ ചൂണ്ടി പറഞ്ഞു, ഇവന് കണ്ട അത്യാവശ്യം തടിമിടുക്കൊക്കെ ഉണ്ട്, ഇവനെ വേണമെങ്കിൽ ഞാൻ ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കാം എന്ന് പറഞ്ഞു. ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. ഭീമസേനനും ജരാസന്ധനും തമ്മിൽ ഇടഞ്ഞു. ഗദായുദ്ധം ആരംഭിച്ചു. ആ യുദ്ധങ്ങൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടല്ലേ, മേഘഗർജനം പോലെയിരുന്നു. ഭൂമി കുലുങ്ങി, കെട്ടിടങ്ങൾ തകർന്നു വീണു, മരങ്ങൾ കടപുഴകി. ഗദ ജരാസന്ധൻ്റെ ശരീരത്തിലേറ്റപ്പോൾ ഗദ പൊടിഞ്ഞ് പൊടി തുല്യമായി. ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാനും വയ്യാതെയായി. അത്രയും ഘോര യുദ്ധമായിരുന്നു. രണ്ടുപേരും തുല്യർ. പകൽ യുദ്ധം, രാത്രി മിത്രം, അങ്ങനെയാണ്. കാരണം ഒരു ദ്വന്ദ്വയുദ്ധം പരസ്പര സമ്മതത്താൽ ചെയ്യുന്നതാണല്ലോ. ഇപ്രകാരം 27 ദിനരാത്രങ്ങളാണ് കഴിഞ്ഞത്. ജരാസന്ധൻ്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാന്റെ മനസ്സിലുണ്ട്. ജരാസന്ധൻ എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ തന്നെ മരിക്കുകയും വേണം എന്ന് ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ജരാസന്ധൻ്റെ ജന്മം പറയാതെ വയ്യല്ലോ ഇവിടെ. എങ്ങനെയാണ് ജന്മം ഉണ്ടായിരുന്നത്? അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. മഗധയിലെ രാജാവായിരുന്ന ബൃഹദ്രഥനാണ് ഈ ജരാസന്ധൻ്റെ പിതാവ്. അദ്ദേഹം ജര എന്ന രാക്ഷസിയെ ഉപാസിച്ചിരുന്നു. ഈ രാക്ഷസിയാണെങ്കിലും ജര മനുഷ്യരോട് സ്നേഹമുള്ള രാക്ഷസിയാണ്, ഉപദ്രവകാരിയല്ല. അവളെ ആരാധിച്ചാൽ മറ്റ് രാക്ഷസികളുടെ ഉപദ്രവമൊന്നും ഉണ്ടാകില്ല അത്ര. അങ്ങനെ ജരയുടെ രൂപം ചുമരിൽ കൊത്തിവെച്ചാണ് ബൃഹദ്രഥൻ ആരാധിച്ചിരുന്നത്. ഇങ്ങനെ കാശി രാജാവിൻ്റെ 2 പുത്രിമാരായിരുന്നു ജരാസന്ധൻ്റെ അമ്മമാർ. അപ്പോൾ എന്താ 2 അമ്മമാർ? പറയാം. ബൃഹദ്രഥന് പുത്രന്മാരില്ലാതെ വളരെ കാലം ദുഃഖിച്ച് കഴിഞ്ഞു. ഒടുവിൽ ഗൗതമപുത്രനായ ചണ്ഡകൗശികൻ അദ്ദേഹം സഹായിച്ചു. എങ്ങനെയാ? അദ്ദേഹം മന്ത്രം ജപിച്ച ഒരു മാമ്പഴം ബൃഹദ്രഥനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് രാജപത്നിക്ക് നൽകൂ, പുത്രൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ട്. ആ 2 പത്നിമാരോടും അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. ആ വിവരം മുനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ മാമ്പഴം കൊടുത്താൽ മുനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും ബൃഹദ്രഥൻ കരുതി പങ്കിട്ട് 2 പത്നിമാർക്കും നൽകാം, 2 പുത്രന്മാരുണ്ടാവട്ടെ. എന്നാൽ ഭാര്യമാർ പ്രസവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കുഞ്ഞിൻ്റെ ഇടത് ഭാഗം ഒരാളും വലതുമായിട്ട് വേറൊരാളെ പ്രസവിച്ചത്, 2 ഭാഗങ്ങളായിട്ട്. അതിനാൽ തന്നെ 2ഉം ചാവിളയായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നില്ല. രാജ്ഞിമാർ അതിനെ കളയാൻ തുനിഞ്ഞു. അപ്പോൾ ജര ആരാധിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. ജര സഹായത്തിനെത്തി കുട്ടിയുടെ 2 ഭാഗങ്ങൾ ജരയുടെ മന്ത്രവിദ്യയിലൂടെ കൂട്ടിച്ചേർത്തു. കുഞ്ഞു ജീവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ജരയോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ജരാസന്ധൻ, ജര സന്ധിപ്പിച്ച് ജീവൻ നൽകപ്പെട്ട കുഞ്ഞ് ജരാസന്ധൻ എന്ന പേര് വന്നത്. ഈ കാര്യം ആർക്കറിയായിരുന്നു? കൃഷ്ണൻ അറിയായിരുന്നു. ജരാസന്ധൻ്റെ ശരീരഭാഗങ്ങൾ വജ്രതുല്യമാണെന്നും ആയുധങ്ങൾ ആ ശരീരത്തിൽ തട്ടിയാൽ പൊടിഞ്ഞു പോകുമെന്നും അറിഞ്ഞിരുന്നു. അതിനാൽ അടുത്ത ദിവസം യുദ്ധവേളയിൽ ഭഗവാൻ
ഭീമന് സാധിക്കണേയില്ല. എങ്ങനെയൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടാലും ഒരു കുഴപ്പമില്ലാതെയാണ് ജരാസന്ധൻ പിന്നീട് വീണ്ടും യുദ്ധത്തിന് വരണത്. അപ്പോൾ ഭഗവാൻ ഭീമൻ കാണെ ഒരു ഇല വലിച്ചങ്ങ് കീറി രണ്ടും എതിർദിശയിലേക്ക് ദൂരെ അങ്ങ് കളഞ്ഞു. അതിൻ്റെ പൊരുൾ ഭീമൻ മനസ്സിലാക്കുകയും ചെയ്തു. യുദ്ധത്തിൽ സ്വല്പം ക്ഷീണിതനായ ഭീമൻ പെട്ടെന്ന് ഉന്മേഷവാനും വർദ്ധിത ബലവാനും ഒക്കെ ആയിട്ട് കാണപ്പെട്ടു. ഭഗവാൻ തൻ്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ രഹസ്യം. മാത്രമല്ല ജരാസന്ധനെ വധിക്കാനുള്ള ഒരു ഉപായം കൂടി കിട്ടിയിരിക്കുകയല്ലേ. അങ്ങനെ ഭീമൻ്റെ വർദ്ധിത പരാക്രമത്തിന് മുന്നിൽ ജരാസന്ധൻ ചേമ്പിൻ തണ്ട് പോലെ ദുർബലനായി തീർന്നു. ജരാസന്ധൻ്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടി പിടിച്ച് മറ്റേ കാൽ പിടിച്ച് വലിച്ച് ആ ജന്മസമയത്തെ പോലെ തന്നെ ജരാസന്ധൻ നടുകെ പിളർന്ന് 2 ഭാഗമായി. ആ 2 പകുതികളും 2 ഭാഗത്തേക്കാക്കി തൂക്കി എറിയപ്പെട്ടു. അതോടെ ഭീമനാൽ വധിക്കപ്പെടുകയാണ് ജരാസന്ധൻ. ജരാസന്ധൻ കാലപുരിയിലെത്തി. ഇതാണ് ജരാസന്ധ വധം. ഈ ജരാസന്ധനുണ്ടല്ലോ, ജരാസന്ധനും കൃഷ്ണനും കൂടിയൊരു ബന്ധമുണ്ട്. എന്താ? കൃഷ്ണൻ്റെ അമ്മാവനായിരുന്നു കംസൻ. ഈ കംസന് 2 ഭാര്യമാരാണ്. ഈ ഭാര്യമാരുടെ അച്ഛനാണ് ജരാസന്ധൻ. അപ്പോൾ കംസനെ വധിച്ചുവല്ലോ കൃഷ്ണൻ കംസനെ വധിച്ച് തൻ്റെ മക്കളെ വിധവകളാക്കി. അപ്പോൾ ആ ദേഷ്യം ആർക്ക് ഉണ്ടാവും? തീർച്ചയായിട്ടും ജരാസന്ധനുണ്ടാവും. അങ്ങനെ ജരാസന്ധനും കൃഷ്ണനും വൈരികളായിരുന്നു. ജരാസന്ധന് ഭയങ്കര ദേഷ്യമാണ് കൃഷ്ണനോട്. ഇതാണ് കാരണം. അപ്പോൾ ഇതാണ് ജരാസന്ധ വധം. ഒരു ആവശ്യപ്രകാരം, ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇടയിൽ ഈ കഥ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ശ്രീകൃഷ്ണ ശൈശവ ലീല എന്തായാലും തുടരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.